നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മിക്കായിൽ താളിന്റെ വളരെ മനോഹരമായ ഒരു അറ്റാക്കിംഗ് ഗെയിമാണ്. ഈ ഗെയിമിൽ വൈറ്റ് മിക്കായിൽ താലും ബ്ലാക്ക് നമുക്കറിയാത്ത ഒരു പ്ലെയറുമാണ്. നമുക്ക് നേരെ ഈ ഗെയിമിലേക്ക് പ്രവേശിക്കാം. ഈ ഗെയിമിൽ വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം ആരംഭിക്കുന്നു. ഈ മൂവിന് മറുപടി എന്ന രീതിയിൽ ബ്ലാക്ക് C5 പോണിനെ പുഷ് ചെയ്യുന്നു. ഈ ഓപ്പണിങ്ങിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് സിസിലിയൻ ഡിഫൻസ് എന്നാണ്. വൈറ്റ് അടുത്തതായി നൈറ്റിനെ F3 കൊണ്ടുവരുന്നു. ബ്ലാക്ക് D6 പോണിനെ പുഷ് ചെയ്യുന്നു. ഈ D6 പോണിനെ പുഷ് ചെയ്യാൻ വളരെ കൃത്യമായ ഒരു കാരണം ബ്ലാക്കിനുണ്ട്. ഇവിടെ ഈ D6 പോണിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പോണിന് E5 സ്ക്വയറിന്റെ കൺട്രോൾ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ നൈറ്റിന് ഒരു പ്രശ്നവുമില്ലാതെ F6 വരാൻ സാധിക്കും. ഈ പോൺ ഇവിടെ ഇല്ല എങ്കിൽ വൈറ്റിന് E5 പോണിനെ പുഷ് ചെയ്യുകയും അവിടെ നിന്ന് ബ്ലാക്ക് നൈറ്റിനെ ആക്രമിക്കാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ ഒരു പോൺ പുഷിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക് ആദ്യമേ D6 പോണിനെ പുഷ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗെയിമിലേക്ക് തിരിച്ചു വരാം. വൈറ്റ് അടുത്തതായി D4 പോണിനെ പുഷ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഓപ്പൺ സിസിലിയൻ എന്ന് വിളിക്കും. ബ്ലാക്ക് D4 പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് D4 പോണിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം ബ്ലാക്ക് നൈറ്റിനെ F6 കൊണ്ടുവരുന്നു. നമുക്കറിയാം ഈ നൈറ്റ് ഇപ്പോൾ E4 പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്കിന്റെ D6 പോൺ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പോണിന് E5 വരികയും ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ സാധിക്കുകയുമില്ല. ഇവിടെ ആക്രമിക്കപ്പെട്ട ഈ പോണിന് ഒരു സംരക്ഷണം നൽകാൻ വേണ്ടി വൈറ്റ് നൈറ്റിനെ C3 കൊണ്ടുവരുന്നു. അതിനുശേഷം ബ്ലാക്ക് A6 പോണിനെ പുഷ് ചെയ്യുന്നു. ഇത്തരം മൂവുകളെ നമ്മൾ പൊതുവെ ചെസ്സിൽ വിളിക്കുന്നത് പ്രൊപ്പലാക്സിസ് മൂവ് എന്നാണ്. ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ത്രെഡ് എന്ന് വെച്ചാൽ ഈ B5 സ്ക്വയറിലേക്ക് വൈറ്റിന്റെ ഈ രണ്ട് നൈറ്റിനും അതുപോലെ തന്നെ ഈ ബിഷപ്പിനും വരാൻ സാധിക്കുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒരു പീസ് ഈ സ്ക്വയറിലേക്ക് വരികയാണെങ്കിൽ വൈറ്റിന് ചില പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വൈറ്റ് മനസ്സിലാക്കുകയും ഇതിനെ മുൻകൂട്ടി തടയാൻ വേണ്ടി A6 ഒരു പോണിനെ പുഷ് ചെയ്യുകയും ചെയ്യുന്നു. ബ്ലാക്കിന്റെ പൊസിഷൻ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ F6 നൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അത് മാത്രമല്ല, ബ്ലാക്കിന്റെ സൈഡിൽ ഈ F6 നൈറ്റ് മാത്രമാണ് ഗെയിമിലേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാൻ വേണ്ടി വൈറ്റ് ബിഷപ്പിനെ D5 കൊണ്ടുവരുന്നു. നമുക്കറിയാം അടുത്തതായി ഈ നൈറ്റിനെ വെട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു പോൺ F6 വരികയും ഇവിടെ ഒരു ഡബിൾഡ് പോൺ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി ബ്ലാക്ക് E6 പോണിനെ പുഷ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ ബിഷപ്പ് കൊണ്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ ഈ ക്യൂവിന് കൊണ്ട് തിരിച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. അടുത്ത വൈറ്റിന്റെ മൂവാണ്. വൈറ്റ് F4 പോണിനെ പുഷ് ചെയ്യുന്നു. സെൻട്രൽ കൺട്രോൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ മൂവിന്റെ പിന്നിലുള്ള ഉദ്ദേശം. അടുത്ത ബ്ലാക്കിന്റെ മൂവാണ്. ബ്ലാക്ക് B5 പോണിനെ പുഷ് ചെയ്യുന്നു. ഈ മൂവിലൂടെ ഈ ബിഷപ്പിനെ ഗെയിമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്ലാക്ക് ലക്ഷ്യമാക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ E5 പോണിനെ പുഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന്റെ ഈ നൈറ്റിനെ ചിലപ്പോൾ വെട്ടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം E5 പോൺ പുഷിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിവിടെ E5 പോണിനെ ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. ബ്ലാക്ക് E5 പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റും വെട്ടിയെടുക്കുന്നു. ഇവിടെ ഒരു പിൻ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഈ നൈറ്റിന് ഇവിടെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മർമ്മപ്രധാനമായ ചോദ്യം ബ്ലാക്കിന് ഈ പൊസിഷനിൽ ഒരു പീസ് അഥവാ നൈറ്റിനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ അല്പസമയം നിങ്ങൾ കൃത്യമായി ആലോചിച്ചതിനു ശേഷം ബ്ലാക്കിന്റെ കൃത്യമായ മൂവ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ പ്രധാനമായും നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള പരിഹാരമായിരിക്കും മുന്നിലേക്ക് വന്നിട്ടുണ്ടാവുക. ഒന്ന് ഈ H6 പോൺ പുഷ്. നമുക്കറിയാം ഈ പോൺ കൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെയും വെട്ടിയെടുക്കാൻ സാധിക്കും. ഈ ഒരു ആശയം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ബ്ലാക്കിന് മറ്റൊരു രീതിയിൽ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ആ മൂവ് എന്ന് പറയുന്നത് ക്യൂൻ C7 ആണ്. ഇവിടെ ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ക്യൂനിന് E5 വരികയും ഒരു ചെക്ക് നൽകുകയും ചെയ്യാം. ചെക്ക് മാറിയതിനു ശേഷം ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഈ ഒരു ആശയം ഉള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് ക്യൂനിനെ C7 കൊണ്ടുവരുന്നു. വൈറ്റ് അടുത്തതായി ഈ പോണിന് ഒരു സംരക്ഷണം നൽകാൻ വേണ്ടി ക്യൂനിനെ E2 കൊണ്ടുവരുന്നു. വൈറ്റിന് ഇനി വേണമെങ്കിൽ ഈ നൈറ്റിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അടുത്തതായി നൈറ്റിനെ D7 കൊണ്ടുവരുന്നു. വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ആണ് അടുത്തായിട്ട് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ബിഷപ്പിനെ B7 കൊണ്ടുവരുന്നു. ഈ ഒരു പൊസിഷനിൽ വെച്ചാണ് ഈ ഗെയിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും സൈഡുകളൊന്ന് പരിശോധിക്കാം. ഇവിടെ ബ്ലാക്കിന്റെ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്ലാക്കിന്റെ കിങ് ക്യാൻസൽ ചെയ്യാതെ സെൻട്രലിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്കിന്റെ ഈ രണ്ട് റൂക്കുകളും ഇതുവരെ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബ്ലാക്കിന്റെ രണ്ട് പീസുകൾ ഗെയിമിലേക്ക് വരികയും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പീസ് ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ ബ്ലാക്ക് വളരെ പുറകിലാണ്. അതേസമയം വൈറ്റിന്റെ ഭാഗത്ത് ഏകദേശം 5 പീസുകൾ ആക്റ്റീവായ സ്ക്വയറുകളിലാണ് ഉള്ളത്. അതുപോലെ വൈറ്റിന്റെ കിങ് വളരെ സേഫുമാണ്. അപ്പം ഈ രണ്ട് ഘടകങ്ങളെയും നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം വൈറ്റിന് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല സമയം എന്നുള്ളതാണ്.
ഈ ഒരു അവസരം തിരിച്ചറിഞ്ഞ മിഖായൽ താൾ അടുത്തതായി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉത്തരം പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വൈറ്റ് മൂവ് ചെയ്തത് വൈറ്റിന്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് E6 പോണിനെ വെട്ടിയെടുക്കുന്നു. നമുക്കറിയാം ഈ നൈറ്റ് നമ്മുടെ ക്യൂവിനെ ആക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ക്യൂവിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ക്യൂവിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ നൈറ്റിന് ഒരു പ്രശ്നവുമില്ലാതെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരാവുന്നതാണ്. പക്ഷെ ഈ ഗെയിമിൽ ബ്ലാക്ക് ഈ സാക്രിഫൈസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ബ്ലാക്കിന്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് E6 നൈറ്റിനെ വെട്ടിയെടുത്തു. ഇനി ഈ ഒരു പൊസിഷനിൽ വൈറ്റിന്റെ മൂവുകൾ എന്തായിരിക്കും? നമുക്ക് എന്തായാലും ഈ പീസുകൾ മൂവ് ചെയ്യിക്കാതെ തന്നെ ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കാം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഈ പൊസിഷൻ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ പോണിന്റെ കാര്യമായിരിക്കും. ഈ പോണിന് നമുക്കറിയാം യാതൊരുവിധ സപ്പോർട്ടും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ക്യൂവിന് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെതിരെ അറ്റാക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഇതാണ് വൈറ്റിന്റെ മുമ്പിലുള്ള ഒരു പ്ലാൻ. ഇങ്ങനെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബ്ലാക്കിന് ഈ പോണിനെ സംരക്ഷിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഈ പോണിനെ സംരക്ഷിക്കാൻ രണ്ട് മാർഗങ്ങളാണ്. ഒന്നെങ്കിൽ കിങ്ങിനെ F7ലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ക്യൂനിനെ B6ലേക്ക് കൊണ്ടുവരാം. നമുക്ക് എന്തായാലും ഈ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ക്യൂൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ G4ലേക്ക് വരുന്നു. ഈ പോണിന് ഒരു സംരക്ഷണം നൽകാൻ വേണ്ടി ഈ ഗെയിമിൽ ബ്ലാക്ക് മൂവ് ചെയ്തത് ക്യൂനിനെ B6ലേക്കാണ്. ഇവിടെ ബ്ലാക്കിന് വേണമെങ്കിൽ കിങ്ങിനെ F7ലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അടുത്തതായിട്ട് വൈറ്റ് B5 പോണിനെ വെട്ടിയെടുക്കുകയും അതിനുശേഷം ഈ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുകയും ചെയ്യും. ഇങ്ങനെ ഒരു ചെക്ക് സംഭവിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് അധിക നേരം ഈ പൊസിഷനിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബ്ലാക്ക് ഇങ്ങനെ ഒരു മൂവിന് ശ്രമിക്കാതിരുന്നത്. നമ്മൾ ഗെയിമിലേക്ക് തിരിച്ചു വരികയാണ്. ക്യൂൻ B6ലേക്ക് വരുന്നു. ഇനി എന്തായിരിക്കും ഈ പൊസിഷനിൽ വൈറ്റിന്റെ മൂവ്? വൈറ്റിന്റെ അടുത്ത മൂവ് മറ്റൊരു സാക്രിഫൈസ് ആണ്. റൂക്കിനെ D6ലേക്ക് കൊണ്ടുവരുന്നു. നമുക്കറിയാം ഈ റൂക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്യൂനിന് ഇപ്പോൾ ഈ പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. ബ്ലാക്ക് ഈ റൂക്കിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം വൈറ്റ് ഈ ബിഷപ്പിനെ തിരിച്ചു വെട്ടാതെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് E6 പോണിനെ വെട്ടിയെടുക്കുകയും ഒരു ചെക്ക് നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവിടെ മൂവ് ചെയ്യാൻ ഒരേ ഒരു സ്ക്വയർ മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ F8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിന്റെ അടുത്ത മൂവ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. വൈറ്റ് അടുത്തൊരു സാക്രിഫൈസ് ചെയ്യുകയാണ്. ബിഷപ്പിനെ C4ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം വൈറ്റ് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് F1ൽ ചെക്ക് നൽകുന്നു. നമുക്കറിയാം കിങ്ങിന് ഇവിടെ മൂവ് ചെയ്യാൻ യാതൊരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെക്കിനെ മറക്കേണ്ടതായിട്ട് വരും. ഇനി എന്തായിരിക്കും വൈറ്റ് മൂവ് ചെയ്യേണ്ടത്? ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റിന് ശേഷം നിങ്ങളുടെ മൂവ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യുകയാണ്. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് പോൺ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം ഈ ബിഷപ്പിനെ H6ലേക്ക് കൊണ്ടുവരികയും ഒരു ചെക്ക്മേറ്റ് നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഗെയിമിൽ മിഖായൽ താൾ ഒരുപാട് പീസുകളെയാണ് വിന്നിങ്ങിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഗെയിമിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഓപ്പണിംഗ് പ്രിൻസിപ്പിൾസ്, ഓപ്പണിംഗ് ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ അത് എപ്പോഴും കൃത്യമായി പാലിച്ചിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.